ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവരും ഒന്ന് ഓടി വന്നോളി. തൈമാസ് കിച്ചണിൽ നിന്നൊരു കോവയ്ക്ക തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി ഹെൽത്തിയായ വളരെ പെട്ടെന്ന് ഉള്ള ഒരു നാടൻ രീതിയിലുള്ള കോവയ്ക്ക തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 1/2 kg കോവയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ പച്ചമുളക്, ഒരു സവാള, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പിന്നെ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിയൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അത് ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ എല്ലാവർക്കും സുഖമാണല്ലേ. പിന്നെ കോവയ്ക്ക കറിയൊക്കെ എല്ലാവരും വെക്കും. പിന്നെ ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങളുമായി സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ തമ്മിൽ പരസ്പരം കാണാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ ഇതുവരെക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് വ്യൂസൊക്കെ കുറവാണ്. അപ്പം നമ്മളോട് ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആഗ്രഹത്തിൽ വീഡിയോ ചെയ്യുന്ന പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യൂസൊന്നും കിട്ടുന്നില്ല. വളരെ ബേജാറിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ തിരിച്ചങ്ങോട്ടൊക്കെ സപ്പോർട്ടായി വരും. പിന്നെ ഞാൻ കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ബിസിയും കാര്യമായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആരും എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാൻ വരാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ തിരക്ക് കാര്യമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊക്കെ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കോവയ്ക്ക കറിയുടെ റെസിപ്പി ഞാൻ പിന്നെ ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ കോവയ്ക്ക കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളായി കുറച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും ഹാപ്പിയാണല്ലേ. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പിന്നെ പെരുന്നാളിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനൊന്നും വ്യൂസൊന്നും കയറുന്നില്ല. ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 10 ദിവസമൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴേക്കാണ് ഇങ്ങനെ ഒരു വ്യൂസ് ഒട്ടും ഇല്ല. ഒരു 50 വ്യൂസൊന്നും കയറുന്നില്ല കേട്ടോ. പിന്നെ ഡോളറൊക്കെ കയറാണ്. വ്യൂസ് ഇല്ല എങ്കിൽ കയറി കിട്ടൂല. അപ്പോൾ വളരെ സങ്കടത്തിലാണ്. നമുക്ക് വ്യൂസൊക്കെ കയറുന്നില്ല. എന്ത് പറ്റിയെന്നറിയുന്നില്ല. ചാനലിന് എന്ത് പറ്റിയെന്നറിയുന്നില്ല. അങ്ങനെ എല്ലാവരെയും സപ്പോർട്ടും എല്ലാവരും പ്രാർത്ഥനയും വേണം. ഇനി അങ്ങോട്ട് എല്ലാവരെയും. പിന്നെ എൻ്റെ തിരക്കും കാര്യമൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ റംസാനിൻ്റെ തൊട്ട് തിരക്ക് തുടങ്ങിയതാണ്. ഇപ്പം അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചൊക്കെ ഫ്രീ ആയി. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ മൊബൈൽ പിടിച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയും അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ. പിന്നെ മോണിയായിട്ട് മാസം ഒരു 4-5 ഡോളർ അങ്ങനെ കയറുന്നത് കുറവാണ്. വ്യൂസ് ഇല്ലാത്ത കാരണമായിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എൻ്റെ കുറിച്ച് ചെറിയൊരു കൊച്ചു വിശേഷമാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ഇതുപോലെ ഒരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കിക്കോളി. പിന്നെ ഇങ്ങനെ തേങ്ങ ഒക്കെ ചതച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. ഒരു നാടൻ രീതിയിൽ നമുക്ക് കഞ്ഞിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് കേട്ടോ ഇതുപോലെ. ഓക്കെ, അസ്സലാമു അലൈക്കും ഹോൾ.